ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് നെയിൽ കട്ട് എന്ന് പറയുന്ന സ്റ്റോറിയാണ്. ശ്രീ ഉദയ് പ്രകാശാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. सावन में घास और वनस्पतियों के हरे रंग में हल्का अंधेरा सा घुला रहता है. हवा भारी होती है और तरल. वर्षा के रवे पत्तों में तैरते हैं. അപ്പം ഒരു മഴക്കാലത്തിലൊരു അന്തരീക്ഷത്തെക്കുറിച്ചാണ് ആദ്യത്തെ 2-3 വരികളിൽ പറയുന്നത്. സാവൻ മേ ഘാസ് और वनस्पतियों के हरे रंग में हल्का अंधेरा सा घुला होता है. സാവൻ എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് ഗ്രാസും അതുപോലെ തന്നെ വനസ്പതി എന്ന് വെച്ചാൽ ജനറലി വെജിറ്റേഷൻ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് ചെടികളുടെയും ഒക്കെ ഇടയിലായിട്ട്, അതിൻ്റെയൊക്കെ പച്ചപ്പിൻ്റെ ഇടയിലായിട്ട് ഹൽക്ക അന്ധേര സ, ചെറിയ ഒരു ഇരുട്ട്, ഘുലാ രഹത്ത ഹെ, അത് മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഹവ ഭാരി ഹോത്തി ഹെ ഓർ തരൽ. ഇപ്പം കാറ്റാണെങ്കിൽ ഭാരിയാണ്, കുറച്ച് ഹെവി ആയിട്ട് തോന്നും, എന്നാൽ തരളമായിട്ടും തോന്നും. വർഷ കെ രവേ പത്തോ മേ തേർത്തേ ഹെ. വർഷ കെ രവേ എന്ന് പറഞ്ഞാൽ ബാരിഷ് കി ബൂന്തേ എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. മഴത്തുള്ളികൾ ഇങ്ങനെ ഇലകളിൽ നീന്തി തുടിക്കുന്നു എന്നാണ് പറയണത്. തേർന്നാന്ന് വെച്ചാൽ നീന്തുക എന്നാണ്. ആ സമയത്തുള്ള പ്രകൃതിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. മേ 9 സാൽ കാ ഥാ. അന്ന് അദ്ദേഹത്തിന് 9 വയസ്സായിരുന്നു. ഇസി മഹീനെ രാഖി ബന്തി ഹെ. ഈ മാസത്തിലാണ് രാഖി കെട്ടുന്നത്. കജ്ലിയാ ഹോത്തി ഹെ. ആ സമയത്തുള്ള വേറൊരു ഫെസ്റ്റിവലാണ് ഈ കജ്ലിയ എന്ന് പറയുന്നത്. വിളവെടുപ്പിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. നാഗ് പഞ്ചമി മേ गोबर की 7 बहनें बनाई जाती है. धान की लाई और दूध दोने में भरकर हम सांपों की बाम्बियां खोजते फिरते हैं. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നാഗ് പഞ്ചമിയുടെ സമയത്ത് ഗോബർ വെച്ചിട്ട്, ഗോബർ എന്ന് പറഞ്ഞാൽ ചാണകം വെച്ചിട്ട് 7 രൂപങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ധാൻ കി ലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഫ്ഡ് റൈസ്. അപ്പം ഈ പഫ്ഡ് റൈസും അതുപോലെ തന്നെ ദൂത് ദോനെ മേ ഭർക്കർ, പാല് ഒരു പാത്രത്തിൽ നിറച്ചിട്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സാപ്പോ കി ബാമ്പിയാ ഖോജ്തേ ഫിർത്തേ ഹെ, ഈ പാമ്പുകളുടെ മാളങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ് ചെയ്യാം. ഹരിയരി അമാവാസ് ബി ഇസി മഹീനെ ഹോത്തി ഹെ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന വേറൊരു കാര്യമാണ് ഹരിയരി അമാവാസ് എന്ന് പറയുന്നത്. മേ ബാസ് കി ഖൂബ് ഊച്ചി ജേഡി ബനാക്കർ ഉസ് പർ ചഡ്കർ ദോഡ്താ ഥാ. ഞാൻ ഈ മുളയുടെ വലിയൊരു കഷ്ണം എടുത്ത് കെട്ടിവെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഓടുമായിരുന്നു എന്നാണ് പറയുന്നത്. മേരി ഊച്ചായി കം സെ കം 12 ഫൂട്ട് കി ഹോ ജാത്തി ഹോഗി. അപ്പോൾ ആ സംഭവം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ഒരു 12 ഫീറ്റായി മാറുന്നു. മാ ദക്ഷിൺ കി ഓർ കെ കമറേ മേ രഹത്തി ഥി. അപ്പോൾ വീടിൻ്റെ സദേൺ ഡയറക്ഷനിലുള്ള റൂമിലാണ് അമ്മ താമസിച്ചുകൊണ്ടിരുന്നത്. ബംബൈ കെ ടാറ്റ മെമ്മോറിയൽ അസ്പതാൽ സെ ഉന്നെ ലേ ആയാ ഗയാ ഥ. അപ്പോൾ ബോംബെയിലുള്ള ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മേനെ കൊണ്ടുവന്നതാണ്. സിർഫ് അനാർ കാ രസ് പീത്തി ഥി. അപ്പോൾ അനാറിൻ്റെ ജ്യൂസ് മാത്രമേ കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് പറ്റുമായിരുന്നുള്ളൂ. वे बोलने के लिए अपने गले में डॉक्टरों द्वारा बनाई गई छेद में उंगली रख लेती थी. അപ്പം അമ്മയുടെ ത്രോട്ടിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഡോക്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹോള് പൊത്തിപ്പിടിച്ചിട്ടാണ് അമ്മ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കവർ ചെയ്യേണ്ടതായിട്ട് വരും. ഛേദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ എന്നാണ് മീനിങ്. വഹാ എക് ട്യൂബ് ലഗി ഥി. അപ്പം അവിടെ ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. ഇസി ട്യൂബ് സേ വേ സാസ് ലേത്തി ഥി. ഈ ഒരു ട്യൂബ് വഴിയാണ് അമ്മ ശ്വാസം എടുത്തുകൊണ്ടിരുന്നത്. ബഹത് ബാരീഖ് ഠണ്ഡി ഓർ കംസോർ ആവാസ് ഹോത്തി ഥി. അങ്ങനെ അമ്മ സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് ബാരീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞ, ഠണ്ഡി ഓർ കംസോർ ആവാസ്, അതായത് ഭയങ്കര വീക്കായിരുന്നു അമ്മയുടെ സംസാരം. അത്രയും ബുദ്ധിമുട്ടിയാണ് അമ്മ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. കുച്ച് കുച്ച് യന്ത്രോ ജൈസി ആവാസ്. എന്തൊക്കെയോ യന്ത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലെയാണ് തോന്നിയിരുന്നത്. ജൈസെ ബഹുത് ധീമെ വോളിയം മേ കോയി വീഡിയോ തബ് ബോൾത്താ ഹെ ജബ് ബാഹർ ഖൂബ് जोरों की बारिश हो रही हो और बिजलियां पैदा हो रही हो, या तब जब सुई किन्हीं बहुत दूर के 2 स्टेशनों के बीच कहीं अटक गई हो. അപ്പം
അമ്മ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയിരുന്നത് റേഡിയോ, മഴക്കാലത്ത് പുറത്ത് ഭയങ്കര മഴ പെയ്യുന്ന സമയത്ത് നേരെ സിഗ്നലൊന്നും കിട്ടാതെ റേഡിയോയിൽ നിന്ന് വരുന്ന ശബ്ദം പോലെ, അല്ലെങ്കിൽ ഒരുപാട് ദൂരെയുള്ള 2 സ്റ്റേഷൻ്റെ ഇടയിൽ ആ റേഡിയോൻ്റെ സൂചി സ്റ്റക്കായി നിൽക്കുമ്പോൾ എങ്ങനെയാണോ ശബ്ദം വരിക അതുപോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അട്ടക് ജാന എന്ന് വെച്ചാൽ സ്റ്റക്ക് ആവുക എന്നാണ് കേട്ടോ. മാ കോ ബോൽനെ മേ ദർദ് ബഹുത് ഹോത്താ ഹോഗ, അമ്മയ്ക്കാണെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് വേദന എടുക്കുന്നുണ്ടാവും. ഇസ്ലിയെ കം ഹി ബോൽത്തി ഥി, അതുകൊണ്ട് വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ. ഉസ് യന്ത്ര ജൈസി ആവാസ് മേ ഹം മാ കി പുരാനി അപ്നി ആവാസ് ഖോജ്നെ കി കോശിഷ് കർത്തെ. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ അമ്മ ഒരു മെഷീൻ പോലെയാണ് സംസാരിക്കുന്നത് എന്നല്ലേ പറയുന്നത്. ആ ഒരു ശബ്ദത്തിൽ, ആ ഒരു സംസാരത്തിൽ ഞങ്ങൾ അമ്മയുടെ പഴയ സംസാരം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുമായിരുന്നു എന്ന് പറയാണ്. കബി കബി ഉസ് അസ്ലി ഓർ മാ ജൈസി ആവാസ് കാ കോയി ഏക് അൻഷ് ഹമേ സുനായി പട് ജാത്ത. അപ്പം പണ്ട് അമ്മ സംസാരിച്ചത് എങ്ങനെയായിരുന്നു എന്ന് ഓർത്തിട്ട് ഇപ്പം അമ്മ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ റെയറായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ അത് ഇപ്പം ഞാൻ കേൾക്കുന്നത് പണ്ട് എൻ്റെ അമ്മ സംസാരിച്ചിരുന്ന പോലെ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നാറുണ്ട്. തബ് മാ ഹമേ മിൽത്തി ജോ ഹമാരി ഛോട്ടി സി സമൃദ്ധി മേ ഹോത്തി ഥി. അപ്പം മുൻപ് അമ്മ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് ആ അമ്മയെ തിരികെ കിട്ടിയതുപോലെ അവർക്ക് തോന്നാറുണ്ട്. ലേക്കിൻ മാ സുന്ന സബ് കുച്ച് ചാത്തി ഥി. അപ്പം അമ്മ അധികം സംസാരിക്കില്ല എന്നുള്ളൂ, പക്ഷെ കുട്ടികൾ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കാര്യവും കേൾക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സബ് കുച്ച് ഹം ബോൾത്തെ ലഡ്ത്തെ ചില്ലാത്തെ യാ കിസി കോ പുക്കാർത്തെ തോ വ്യാകുലത സെ വേ സുൻതി. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നതോ വഴക്കിടുന്നതോ ബഹളം വെക്കുന്നതോ ആരെങ്കിലും വിളിക്കുന്നതോ അതെല്ലാം വ്യാകുലതയോട് കൂടിയിട്ട് അമ്മ കേൾക്കും. ഹമാരെ ശബ്ദ ഉന്നെ രാഹത്ത് ദേത്തെ ഹോങ്കെ. ഞങ്ങൾ പറയുന്ന വാക്കുകൾ അമ്മയ്ക്ക് കുറച്ചെങ്കിലും രാഹത്ത് ദേനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസം നൽകുക എന്നാണ്. കുറച്ചെങ്കിലും അമ്മയ്ക്കൊരു റിലീഫ് നൽകുന്നുണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉൻകി സിർഫ് ആഖേ ബച്ചി തീ ജിനെ ദേഖ് കർ മുझे ഉമ്മീദ് ബൻതി थी कि മാ കहीं ജായേഗി नहीं. പക്ഷെ അമ്മയുടെ കണ്ണുകൾ മാത്രമാണ് ഭയങ്കര വീക്ക് അല്ലാത്തതുള്ളൂ. ആ കണ്ണുകൾ കാണുമ്പോഴാണ് അമ്മ എവിടേക്കും പോവില്ല എന്നെനിക്ക് തോന്നിയിരുന്നത്. മേരെ പൂരെ ജീവൻ ഭർ രഹി ജായേഗി. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മ ഉണ്ടാവും എന്നെനിക്ക് തോന്നാറുള്ളത്. മേ ഹമേഷ കെലിയെ ഉൻകി ഉപസ്ഥിതി ചാത്ത ഥ. അമ്മയുടെ പ്രസൻസ് എന്നെന്നും ഞാൻ എൻ്റെ ലൈഫിൽ ആഗ്രഹിച്ചിരുന്നു. ചാഹെ വേ ചിത്ര കി തര യാ മൂർത്തി കി തര ഹി രഹി ആയേ ഓർ നാ ബോലെ. അത് ഒരു മൂർത്തി പോലെയോ ഒരു ചിത്രം പോലെയോ ആയിരുന്നെങ്കിലും കുഴപ്പമില്ല, സംസാരിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ലേക്കിൻ ഉൻകെ ജീവിത് ഹോനെ കാ വിശ്വാസ് ബി രഹായേ. പക്ഷെ അമ്മ ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടാവണം. ജൈസാ കി ചിത്രോ കെ സാത്ത് നഹി ഹോത്ത. പക്ഷെ അത് ഒരു പിക്ചറിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. ജീവനോടെ അമ്മ ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒരു ജീവനില്ലാത്ത പിക്ചറിനെ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടിനും നമുക്ക് ഒരേ ഫീലിംഗ് അല്ല ഉണ്ടാവുക. അതാണ് അദ്ദേഹം പറയുന്നത്. മേ കബി കബി ബഹുത് ഡർ ജാതാ ഥാ ഓർ റോത്താ ഥാ. ഞാൻ പലപ്പോഴും ഒരുപാട് പേടിക്കാറുണ്ട്, ഒരുപാട് കരയാറുണ്ട്. अपने जीवन में अचानक मुझे कोई एक बहुत खाली बिल्कुल खाली जगह दिख जाती थी. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നാറുണ്ട്, പെട്ടെന്നാണ് ആ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭയങ്കര വലിയൊരു വോയിഡ് ഉണ്ട് എന്നുള്ളത്, ഖാലിപ്പൻ, ഒന്നുമില്ല, ശൂന്യത ഫീൽ ചെയ്യുന്ന മൊമെന്റ്സ് അദ്ദേഹത്തിന് ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ. യാ ബഹുത് ഡരാവന ഹോത്താ ഥാ. അത് വളരെ അധികം പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഡറാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന. ഉസ് ദിൻ മാനെ മുझे ബുലായ. അന്ന് അമ്മ എന്നെ വിളിച്ചു. ബഹർ मैदान में घास का रंग गहरा हरा था. അപ്പം പുറത്താണെങ്കിൽ മൈതാനത്തിൽ നോക്കുമ്പോൾ അവിടെയുള്ള പുല്ലുകളുടെ കളറൊക്കെ നല്ല പച്ചയായിരുന്നു, നല്ല പച്ചപ്പോട് കൂടിയാണ് നിൽക്കുന്നത്. ബാദൽ बहुत थे और हवा में भार था वह भीगी हुई थी. അപ്പം അന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മേഘം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മഴക്കാറുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് കാറ്റുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. മാനെ അപ്നി ഹത്തേലി മേരെ സാമനെ ഫैला दी. दाएं हाथ की सबसे छोटी उंगली की बगल वाली उंगली का नाखून एक जगह से उखड़ गया था. उससे उन्हें बेचैनी होती रही होगी. അപ്പം അങ്ങനെ വന്നിട്ട് മാനെ അപ്നി ഹത്തേലി മേരെ സാമനെ ഫैला दी. അമ്മയുടെ കൈകൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ
സ്പ്രെഡ് ചെയ്ത് കാണിച്ചു, കൈയിന്റെ പാംസ് ഇങ്ങനെ കാണിച്ചു. ദായേ ഹാത്ത് की सबसे छोटी उंगली की बगल वाली उंगली, ദായേ ഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ഹാൻഡ്. അതിലെ ഏറ്റവും ചെറിയ ഉംഗ്ലി, ഫിംഗറിന്റെ തൊട്ടടുത്തുള്ള ഫിംഗർ, റിംഗ് ഫിംഗർ ഇല്ലേ, അതിനാണ് പറയണത്. ആ വിരലില് का नाखून एक जगह से उखड़ गया था. അപ്പം ആ വിരലിലെ നഖം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഉസ്സെ ഉन्हें ബേചാനി ഹോത്തി രഹി ഹോഗി. അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നിരിക്കും. ഇസ് ഉംഗ്ലി കോ സൂര്യ കി ഉംഗ്ലി कहते हैं. ഈ ഒരു വിരലിനെയാണ് സൂര്യന്റെ വിരൽ എന്ന് പറയുന്നത്. मैं समझ गया और नेल कटर लाकर माँ की പലങ്ക് കെ നീച്ചെ ഫർഷ് പർ ബാറ്റ് ഗയ. അപ്പം ഇത്രയും കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഒരു നെയിൽ കട്ടർ എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് അമ്മയുടെ കട്ടിലിന്റെ താഴെ ഇരുന്നു. ഫർഷ് പർ എന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ. नेल कटर में लगी रेती से मुझे उनके उंगली का नाखून घिसकर बराबर करना था. അപ്പം ഈ നെയിൽ കട്ടറിൽ ഉള്ള ആ ഒരു ഭാഗല്ലേ, നെയിൽസ് നമ്മൾ ഒപ്പാക്കണത്, അപ്പം അതിനാണ് റേത്തി എന്ന് പറയണത്. നഖം വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ നഖത്തിന്റെ ഷേപ്പ് ഈവൻ ആക്കുന്ന ആ സംഭവത്തിനെയാണ് റേത്തി എന്ന് പറയുന്നത്. അപ്പം ആ റേത്തി എടുത്തിട്ട് എന്ത് ചെയ്യണമായിരുന്നു, അമ്മയുടെ നെയിൽസ് ഇതുപോലെ ഈവൻ ആക്കണമായിരുന്നു. ബരാബർ കർണാന്ന് വെച്ചാൽ ഈവൻ ആക്കുക, ഒപ്പാക്കുക. മാ യഹി ചാത്തി थी, അമ്മയുടെ ആഗ്രഹം തന്നെയായിരുന്നു. वह नेल कटर पिताजी इलाहाबाद से लाए थे कुंभ के मेले से लौटने पर 2 साल पहले. അപ്പം ഈ ഒരു നെയിൽ കട്ടർ 2 വർഷം മുന്നേ അച്ഛൻ കുംഭ് മേലയ്ക്ക് പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതായിരുന്നു, ഇലഹാബാദിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. നെയിൽ കട്ടർ മേ നീലെ കാഞ്ച് കാ ഏക് സിതാർ ബനാ था. നെയിൽ കട്ടറിന്റെ അപ്പിയറൻസ് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. മാ കി ഉംഗ്ലിയാ ബഹുത് പത്ലി ഹോ ഗയി थी. അമ്മയുടെ വിരലുകളാണെങ്കിൽ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്നു. ഉന്മേ രക്ത് നഹി था, അതിലാണെങ്കിൽ രക്തോട്ടം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. പീലി സി ത്വച്ച, അമ്മയുടെ സ്കിന്നൊക്കെ മഞ്ഞ കളറിലായിരുന്നു, ഭയങ്കര പെയിലായി മാറിയിരുന്നു. പതംഗി കാഗസ് ജാസി, പട്ടം വരത്തില്ലേ, അത് ഉണ്ടാക്കുന്ന, ആ പട്ട ഉണ്ടാക്കുന്ന പേപ്പർ പോലെ അത്രയും വെയിറ്റ്ലെസ് ആയിട്ട് തോന്നി അദ്ദേഹത്തിന്. പീലി ബി നഹി ജർദ് और बेहद ठंडी. ऐसा ठंडापन दूसरी बेजान चीज़ों में होता है, कुर्सियों, मेज़ों, किवाड़ों या साइकिल के हैंडल जैसा ठंडापन. അപ്പം അമ്മയുടെ കൈ പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് ഈ ശരീരം ഭയങ്കര വീക്കാന്ന് മാത്രമല്ല, ഇതിനൊരു ചൂട് ഫീൽ ചെയ്യുന്നില്ല, ഭയങ്കര തണുപ്പാണ് അമ്മയുടെ ദേഹത്തൊക്കെ തൊടുമ്പോൾ. അപ്പം അത്രയും ഒരു തണുപ്പ് അദ്ദേഹത്തിന് ജീവനില്ലാത്ത സാധനങ്ങൾ തൊടുമ്പോഴാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ സൈക്കിളിന്റെ ഹാൻഡില്, ഡോറ്, വിൻഡോ, അതുപോലെ തന്നെ മറ്റ് ഫർണിച്ചർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൊടുമ്പോഴാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഓർ ഹാത്ത് ഉൻക ഇത്ന ഹൽക്ക കാസെ ഹോ ഗയാ ഥാ. അപ്പൊ അമ്മയുടെ കൈ എങ്ങനെയാണ് ഇത്രയും വെയിറ്റ്ലെസ് ആയത്? ഹൽക്ക ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വെയിറ്റ് കുറവ് എന്നാണ് പറയുന്നത്. കഹാ ചലാ ഗയാ സാരാ വസൻ, वह भार शायद जीवन होता है जिसे पृथ्वी अपने चुंबक से अपनी ओर खींचा करती है. അപ്പം അദ്ദേഹം പറയുന്നത് ഈ അമ്മയുടെ വെയിറ്റ് ഒക്കെ എവിടെ പോയി എന്നാണ്. എന്നിട്ട് പിന്നെ ആഡ് ചെയ്യുന്നു വ ഭാർ ഷായദ് ജീവൻ ഹോത്താ ഹെ, ആ നമ്മുടെ ബോഡിക്ക് ഭാരം കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലെ ജീവനായിരിക്കാം. ജിസെ പൃഥ്വി അപ്നെ ചുംബക് സെ, പൃഥ്വി എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത്, ഭൂമി. അപ്നെ ചുംബക്, ചുംബക് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് എന്നാണ്. ആ മാഗ്നറ്റ് കൊണ്ട് അപ്നി ഓർ ഖീച്ചാ കർത്തി ഹെ, തൻ്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ജോ ആ മാ കെ പാസ് ബഹുത് കം ബച്ചാ ഥാ. അപ്പൊ ആ ജീവൻ അമ്മയുടെ അടുത്ത് ഇപ്പൊ വളരെ കുറവേ ഉള്ളൂ. ഉൻഹെ പൃഥ്വി ഖീച്ച്ന ചോട് രഹി ഥി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജീവൻ അമ്മയുടെ ബോഡിയിൽ കുറവായത് കൊണ്ട് തന്നെ പൃഥ്വി അമ്മയെ തന്നിലോട്ട് അട്രാക്ട് ചെയ്യുന്നതും കുറഞ്ഞു. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഭാരം കുറഞ്ഞത് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. मैंने उसकी हथेली थाम रखी थी और नाखून को റേത്തി സെ ധീരെ ധീരെ ഘിസ് രഹാ ഥ. അപ്പം ഞാൻ അമ്മയുടെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു, എന്നിട്ട് ഈ റേത്തി വെച്ചിട്ട് അമ്മയുടെ നഖം ഒപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. मैं उनके नाखून को बहुत सुंदर ताज़ा और चिकना बना डालना चाहता था. അപ്പോൾ എനിക്കാണെങ്കിൽ അമ്മയുടെ നഖങ്ങൾ ഒരുപാട് സൗന്ദര്യമുള്ള രീതിയിൽ, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടും നല്ല
നല്ല ഭംഗിയിൽ അത് വെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. മേ ഏക് ബാർ ഹസ ഫിർ മുസ്കുരാത്ത ഹി രഹ. ഞാൻ ഒരു പ്രാവശ്യം ചിരിച്ചു. ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ശബ്ദം ഉണ്ടാക്കിയിട്ട് പൊട്ടിച്ചിരിക്കുന്ന പോലെ ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്മൈൽ ചെയ്തുകൊണ്ടേയിരുന്നു. ഹസ്ന എന്ന് പറയുമ്പോൾ ചിരിക്കുക, മുസ്കുരാന എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക, സ്മൈൽ ചെയ്യുക എന്നാണ്. അപ്പം ആദ്യം ഞാനൊന്ന് ചിരിച്ചു, പിന്നീട് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. മാ കോ ഡാഡസ് ബന്ധാനെ ഓർ ഉന്നെ ഖുഷ് കർനെ കാ യ മേരാ തരീഖ താ. അപ്പോൾ ഢാഡസ് ബന്ധാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം കൊടുക്കുക എന്നാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒരു ധൈര്യം കൊടുക്കാനും അമ്മയെ സന്തോഷത്തോടെ നോക്കാനും വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു മെത്തേഡാണ് ഇങ്ങനെ പുഞ്ചിരിക്കുക എന്നുള്ളത്. മാനെ ദേഖ മാ കോ നാഖൂൻ കാ ഹൽക്ക ഹൽക്ക രേത്തി സെ ഘിസാ ജാന ബഹുത് അച്ഛാ ലഗ് രഹാ താ. അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ഞാൻ ഈ രേത്തി വെച്ചിട്ട് അമ്മയുടെ നെയിൽസ് ഒപ്പാക്കുന്നത് അമ്മയ്ക്ക് നല്ല സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. ഉസ്കെ ചെഹരെ പർ ഏക് സുഖ് था जो एक जगह नहीं बल्कि पूरे शरीर की शांति में फैला हुआ था. അപ്പം അമ്മയുടെ ചെഹരേപ്പുർ, അമ്മയുടെ മുഖത്ത് ഒരു സുഖമുണ്ടായിരുന്നു. ജോ ഏക് ജഗ നഹി ബൽക്കി പൂരെ ശരീർ കി ശാന്തി മേ ഫൈലാ ഹുവാ ഥാ. ഉन्होंने ആഖേ മൂന്ത് രഖി थी. അപ്പം ആ മുഖത്തെ ആ സന്തോഷം മുഖത്ത് മാത്രമല്ല മൊത്തം ശരീരത്തിലും സ്പ്രെഡ് ആയതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. പക്ഷെ അമ്മ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഏക് ഗണ്ട ലഗ, ഒരു മണിക്കൂർ എടുത്തു. മാനെ ഉൻകി ഏക് ഉംഗലി ഹി നഹി സാരി ഉംഗലിയോ കെ നാഖൂൻ ഖൂബ് അച്ഛേ കർ ദിയെ. അപ്പം ഒരു മണിക്കൂറോളം എടുത്തു. ഞാൻ അമ്മയുടെ കയ്യിലെ ഒരു വിരൽ മാത്രമല്ല എല്ലാ വിരലുകളും നല്ല ഭംഗിയാക്കി. മാനെ അപ്പനി ഉംഗലിയാ ദേഖി, അമ്മ തൻ്റെ വിരലുകൾ നോക്കി. യह कितना कमजोर और हार का क्षण होता है जब नाखून जीवन का विश्वास देते हैं. कितने सुंदर और चिकने नाखून हो गए थे. നഖങ്ങൾ നോക്കിയിട്ട് തനിക്ക് എത്ര കാലം ജീവിക്കാനുണ്ട്, അല്ലെങ്കിൽ തൻ്റെ ജീവിതം എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തൊരു വീക്കായിട്ടുള്ള മൊമെൻ്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കിത്തനെ സുന്ദർ ഓർ ചിക്കനെ നാക്കൂൻ ഹോ ഗയേ ഥേ. എന്തൊരു ഭംഗിയുള്ള, അതുപോലെ തന്നെ എന്തൊരു പോളിഷ്ഡ് ആയിട്ടുള്ള നഖങ്ങളാണ് ഇപ്പോൾ അമ്മയുടെ നഖങ്ങൾ. അപ്പം നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ പോലെ തന്നെ അമ്മയുടെ നഖവും വളരെ വീക്കും അതുപോലെ തന്നെ കളറ് മങ്ങിയൊക്കെയാണ് ഇരുന്നിരുന്നത്. പക്ഷെ ഈ മകൻ ഇത് പോളിഷ് ചെയ്തപ്പോൾ അത് നല്ല ഭംഗിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അത് തൻ്റെ ഹെൽത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് തോന്നാൻ വേണ്ടി തുടങ്ങി. അത് കണ്ടപ്പോൾ മകനും സന്തോഷം തോന്നുകയാണ് ചെയ്തത്. माँ ने मेरे बालों को छुआ, वे कुछ बोलना चाहती थी लेकिन मैंने रोक दिया. അമ്മയാണെങ്കിൽ എൻ്റെ മുടിയിലൊന്നിങ്ങനെ സ്പർശിച്ചു. അമ്മ എന്തോ പറയാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു, പക്ഷെ ഞാൻ വേണ്ട, പറയണ്ട എന്ന് പറഞ്ഞു. വേ ബോൽത്തി തോ പൂछती कि मैं सिर से क्यों नहीं नहाता, बालों में साबुन क्यों नहीं लगाता, इतनी धूल क्यों है और कंघी क्यों नहीं कर रखी है. അപ്പോൾ അദ്ദേഹത്തിന് അറിയായിരുന്നു അമ്മ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നീ എന്താണ് നേരെ കുളിക്കാത്തത്, അതുപോലെ തന്നെ നീ എന്താണ് തലയിൽ സോപ്പൊന്നും തേച്ച് കുളിക്കാത്തത്, അതുപോലെ എന്താ ഇത്ര പൊടിയുള്ളത് നിന്റെ തലയിലൊക്കെ, എന്താ ഇത്രയധികം പൊടിയുള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് നീ മുടി നേരെ ചീകി ഒതുക്കി വെക്കാത്തത്, ഇതൊക്കെയാണ് അമ്മ ചോദിക്കുക. ഇന്ന് തല കുളിച്ചിട്ടില്ലേ, ഇന്ന് തല കഴുകിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് അമ്മ ചോദിക്കുക. അപ്പം മൊത്തത്തിൽ ഹൈജീനെ കുറിച്ചാണ് അമ്മ മകൻ്റെ അടുത്ത് ചോദിക്കുക എന്ന് മകന് മുന്നേ കൂട്ടി അറിയായിരുന്നു. അതുകൊണ്ട് അമ്മ ചോദിക്കണ്ട എന്ന് കാണിച്ചു. രാത് മേ ठंड थी, बाहर पानी जोरों से गिर रहा था. सावन में रात की बारिश की अपनी एक गंभीर आवाज होती है. അപ്പം രാത്രി നല്ല തണുപ്പായിരുന്നു, പുറത്ത് നല്ല മഴയാണ് പെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ മഴക്കാലത്ത് പെയ്യുന്ന ആ മഴ അതിൻ്റെ ശബ്ദം ഒന്ന് വേറെ തന്നെയാണ്, ഭയങ്കര ശബ്ദമാണ് അതിന്. കുച്ച് കുച്ച് ഉസ് തര जैसे दुनिया की सारी हवाएं किसी बड़े से घड़े के अंदर घूमने लग गई हो, हर तरफ से बंद. അപ്പോൾ ആ ശബ്ദം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുച്ച് കുച്ച് ഉസ് തര ജൈസെ ദുനിയാ കി സാരി ഹവായേ, ലോകത്തിലെ എല്ലാ കാറ്റും കിസി ബഡേ സെ ഘടേ കെ അന്തർ, ഒരു വലിയ കുടത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ശബ്ദമാണ് ഉണ്ടാവുക. സുബ 5 ബജെ ആംഗൻ മേ 5 ഔറത്തെ റോ രഹി ഥി. രാവിലെ 5 മണിക്ക് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മറത്ത്
5 സ്ത്രീകൾ ഇരുന്നിട്ട് കരയുന്നുണ്ട്. യ റോന നഹി ഥ വിലാപ് ഥ, അവര് കരയല്ല, അവര് വിലപിക്കുകയായിരുന്നു. പതാ ചല മാ രാത് മേ നീന്ത് മേ ഹി ഖത്തം ഹോ ഗയി, അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അമ്മ ഇന്നലെ രാത്രി ഉറക്കത്തിൽ തന്നെ മരിച്ചുപോയി എന്നുള്ളത്. माँ ख़त्म हो गई, अम्मा മരിച്ചുപോയി. मैंने फिर कभी उनके घिसे हुए नाखून नहीं देखे, പിന്നെ അതിനുശേഷം ഒരിക്കലും ഇങ്ങനെ ഈവനാക്കി ഞാൻ വെച്ച അമ്മയുടെ നഖം ഞാൻ കണ്ടിട്ടില്ല. मैंने उस रात सोने से पहले अपने तकिए के नीचे वह नील कटर रख दिया था, ഞാൻ ആ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എൻ്റെ പില്ലോ, തക്കിയ എന്ന് പറഞ്ഞാൽ പില്ലോ, തലേണ, അതിൻ്റെ അടിയിൽ ആ നെയിൽ കട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. ഉസേ मैंने बहुत खोजा, അത് ഞാൻ ഒരുപാട് അന്വേഷിച്ചു. ബൽക്കി ആജ് തക് കൈ വർഷോ ബാദ് ബി ലേക്കിൻ വ ആജ് ബി നഹി മില, പക്ഷെ ഇന്ന് വരെ, ഇത്രയും വർഷത്തിന് ശേഷം പോലും എനിക്കത് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. വ പതാ നഹി കഹാ ഖോ ഗയാ ഥ, അറിയില്ലാതെ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന്. खो जाना എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടപ്പെട്ടു പോവുക. हो सकता है वह किसी बहुत ही आसान सी जगह पर रखा हुआ हो और सिर्फ मेरे भूल जाने के कारण वह मिल नहीं पा रहा हो. അപ്പോൾ അദ്ദേഹം തന്നെ പറയാണ് ചിലപ്പോൾ അത് വളരെ സാധാരണമായിട്ടുള്ള പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലത്ത് തന്നെയാവും വെച്ചിട്ടുണ്ടാവുക. പക്ഷെ എൻ്റെ മനസ്സിലെ ഓർമ്മയില്ലാത്തത് കൊണ്ടായിരിക്കാം അതെനിക്ക് കിട്ടാത്തത്. മേ അക്സർ ഉസേ ഖോജ്നെ ലഗ്താ ഹൂം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് അന്വേഷിക്കാറുണ്ട്. ക്യോങ്കി ചീസേ കബി ഖോത്തി നഹി ഹെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു സാധനവും ഇങ്ങനെ നഷ്ടപ്പെട്ടൊന്നും പോകുന്നില്ല, കാണാണ്ടാവുന്നില്ല. വേ തോ രഹത്തി ഹി ഹെ, അതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്നെ പൂരെ അസ്തിത്വ ഓർ വസൻ കെ സാത്ത്, സ്വന്തം അസ്തിത്വം, വസൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ്, അതെല്ലാം വെച്ച് നമ്മൾ എവിടെയാണോ ഓരോ സാധനങ്ങളും വെക്കുന്നത് അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. സിർഫ് ഹം ഉൻകി വ ജഗ ഭൂൽ ജാത്തെ ഹെ, പക്ഷെ നമ്മളാണ് അതിൻ്റെ സ്ഥാനം മറന്നു പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസ് ആൻഡ് കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.